നമസ്തേ. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മുടെ പ്രിയങ്കരനായ പപ്പു സർ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു 3 കൊല്ലം മുന്നേ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരുന്നല്ലോ എന്ന് ഓർത്തത്. പ്രസ്തുത മുന്നണിയിൽ അംഗമായിരുന്ന പാർട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കിയാൽ ബഹുരസമാണ് കാര്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ അനിസ്പ്രേ പോലായി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. തൃണമൂൽ കോൺഗ്രസ് ഇനിയൊരു തിരിച്ചുവരവില്ല ശശിയെ എന്ന രീതിയിൽ പിച്ചും പെയ്യും പറഞ്ഞു നടക്കുന്നു. അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന രീതിയിൽ തുടരുന്നുണ്ട്. യോഗി സർ ഉത്തർപ്രദേശിൽ ഉള്ളിടത്തോളം ഒരു തിരിയിട്ട് കത്തിക്കാൻ കൊള്ളാം. അതും പോരാണ്ട് കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയെ നശിപ്പിച്ചതെന്നൊരു പ്രസ്താവനയും അഖിലേഷ് കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയിരിക്കുന്നു. ഒമർ അബ്ദുള്ള ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൂടെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയടിച്ച പഹയനാണ്. രാഹുൽ രാജീവിന്റെ EVM തിരിമറി, വോട്ട് ചോരി പോലുള്ള നുണകൾ ഒമർ അബ്ദുള്ള അപ്പോഴേ തള്ളിക്കളഞ്ഞിരുന്നു. സ്റ്റാലിനും DMKയും ഇലക്ഷനിൽ 8 നിലയിൽ പൊട്ടിയത് പോരാണ്ട് കൊങ്ങികളെ ഇപ്പോ കണ്ടെടുത്ത് വെച്ച് ഓടിച്ചിട്ടടിക്കാൻ നടക്കുകയാണ് തമിഴ്നാട്ടിൽ. ADK വല്ലപ്പോഴും ഒരു MLA ഒക്കെ UPയിൽ ഉണ്ടാവാറുള്ള പാർട്ടിയായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ ചേർന്നതിൽ പിന്നെ മുട്ടക്കൊമ്പന്മാരാണ്. 0 MLA 0 MP. HM 5 വർഷം പിണങ്ങി നിന്ന ശേഷം പിന്നെയും NDAയിൽ ചേർന്ന് സുന്ദര കുട്ടപ്പന്മാരായി. ആം ആദ്മി പാർട്ടി അവരുടെ തട്ടകമായ ഡൽഹിയിൽ തന്നെ 3G ആയി. പഞ്ചാബിൽ രാഘവ് ചണ്ടയും ടീമും BJPയിൽ ചേർന്നു. നിതീഷ് കുമാർ എല്ലാവരെയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ തിരിച്ച് NDAയിലേക്ക് വന്നു. ബീഹാർ ഇലക്ഷനിൽ BJPക്കൊപ്പം നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയായി. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് രാജ്യസഭാ MP ആയി. ശരത് പവാറിന്റെ പാർട്ടി പിളർന്നു. അജിത് പവാർ NDAയിലേക്ക് വന്നു. പഴയ പ്രതാപമൊന്നും ഇപ്പോഴില്ല. ജയന്ത് ചൗധരിയുടെ RLD 2024 ഇലക്ഷന് മുന്നേ NDAയിൽ ചേർന്നു. അതായത് മുന്നണി രൂപീകരിച്ച് 3 കൊല്ലം ആവുന്നതിന് മുന്നേ രാഹുൽ സാറിന്റെ കൂടെ കൂടിയ സകല ഫാസിസ്റ്റ് വിരുദ്ധന്മാരും അടപടലമായിട്ടുണ്ട്. വിജയണ്ണന് കുറെ കാലം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായെ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തിക്കും. മറ്റു പാർട്ടികളെ അടപടലമാക്കുന്നത് ജീവിത ലക്ഷ്യമാക്കി മാറ്റിയ വ്യക്തിയാണ് ഈ പഹയൻ.